പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ പത്തനംതിട്ട യാത്ര റദ്ദാക്കി. ശബരിമലയിലെ പ്രതിഷേധങ്ങൾക്കിടെ മോദി പോയാൽ മതിയായ സുരക്ഷയൊരുക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഇത് NSGയും അംഗീകരിച്ചു. ഈ സാഹചര്യത്തിലാണ് യാത്ര റദ്ദാക്കുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമായ സാഹചര്യത്തിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ആദ്യ റാലി പത്തനംതിട്ടയിൽ ആസൂത്രണം ചെയ്തത്. ചില പ്രത്യേക കാരണങ്ങളാൽ ജനുവരി 6 നടത്തുമെന്ന് അറിയിച്ച പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ട സന്ദർശനം മാറ്റിവച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും മുതിർന്ന BJP നേതാവിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ശബരിമല സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJP. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രതിഷേധം കൊഴുപ്പിക്കുകയാണ് BJP ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കേരളത്തിലെത്തും. ഈ മാസം 18-ന് ശബരിമല കർമ്മസമിതി സെക്രട്ടേറിയറ്റ് വളയും. ദേശീയ നേതാക്കളും ഉപരോധത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-നും 27-നുമാണ് കേരളത്തിലെത്തുന്നത്. കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ ജില്ലകളാണ് സന്ദർശിക്കുന്നത്. 15-ന് കൊല്ലത്ത് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം BJP യോഗത്തിലും പങ്കെടുക്കും. 27-ാം തീയതി തൃശൂരിൽ നടക്കുന്ന യുവമോർച്ചയുടെ സമ്മേളനത്തിലും പങ്കെടുക്കും. സർക്കാർ പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. മോദിക്ക് പിന്നാലെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും അടുത്ത മാസം കേരളത്തിലെത്തും. അതേസമയം സംസ്ഥാനത്ത് ദിവസങ്ങളായി തുടരുന്ന സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ മാത്രം AN ഷംസീർ MLAയുടെയും V മുരളീധരൻ MPയുടെയും വീടുകൾക്ക് നേരെ ബോംബേറുകൾ ഉണ്ടായി. കണ്ണൂർ തലശ്ശേരി മാടപ്പീടികയിലുള്ള AN ഷംസീറിന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. ഇന്നലെ രാത്രി 10:15 ബൈക്കിലെത്തിയ 2-അംഗ സംഘമാണ് ബോംബെറിഞ്ഞത്. ശബരിമല വിഷയം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ശബരിമല ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇതുവരെ 1718 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിലും വ്യാപകമായ ആക്രമണം നടക്കുന്നുണ്ട്. ഏകദേശം 40ഓളം വീടുകൾ ഇവിടെ ആക്രമിക്കപ്പെട്ടു. ഹർത്താലിന് പിന്നാലെ കണ്ണൂരും പത്തനംതിട്ടയിലെ അടൂരും അക്രമങ്ങൾ തുടരുന്നു. പയ്യന്നൂർ ചെറുതാഴത്ത് RSS ഓഫീസിന് തീയിട്ടു. കോഴിക്കോട് പേരാമ്പ്രയിലും പത്തനംതിട്ടയിലെ അടൂരും CPM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. മലപ്പുറം ചേളാരിയിൽ BJP പ്രവർത്തകന്റെ കട രാത്രി അടിച്ചു തകർത്തു. കണ്ണൂർ ഇരിട്ടി പെരുവരമ്പിൽ ഇന്നലെ രാത്രിയോടെ CPM പ്രവർത്തകൻ VK വിശാഖിനെ വെട്ടേറ്റിരുന്നു. ഇയാൾ ചികിത്സയിലാണ്. കൊളക്കോട്ട് RSS വിഭാഗ് സംഘചാലക് ചന്ദ്രശേഖരന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. AN ഷംസീർ MLAയുടെയും V മുരളീധരൻ MPയുടെയും CPM നേതാവ് P ശശിയുടെയും വീടിന് നേരെ ആക്രമണമുണ്ടായതോടെയാണ് രാത്രി അക്രമം വ്യാപിച്ചത്. പേരാമ്പ്ര കണ്ണിപ്പൊയിലെ CPM നേതാവ് രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. വീട്ടിൽ ഇദ്ദേഹവും കുടുംബവും ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അടൂരിൽ CPM ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രന്റെ വീടിന് നേരെയും ബോംബേറുണ്ടായി. ഏനാത്ത് BJP മേഖലാ പ്രസിഡന്റ് അനിലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. മലപ്പുറം ചേളാരിയിൽ BJP പ്രവർത്തകൻ പുരുഷോത്തമന്റെ ബാർബർ ഷോപ്പ് അടിച്ചു തകർത്തു. പൂട്ട് തകർത്ത് അകത്ത് കയറിയ ശേഷം AC ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ തകർക്കുകയായിരുന്നു. അടൂരിൽ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ AR ക്യാമ്പിലെ പോലീസുകാരെയും CRPFകാരെയും വിന്യസിച്ചിട്ടുണ്ട്. അവധിയിൽ പോയ പോലീസുകാരോട് തിരിച്ച് ജോലിക്ക് കയറാൻ നിർദ്ദേശവും നൽകി. കണ്ണൂരിൽ 34 പേരെ കരുതൽ തടങ്കലിലെടുത്തു. കണ്ണൂരിൽ 260 പേരെയും പത്തനംതിട്ടയിൽ 110 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.